എല്ലാ കുട്ടികൾക്കും ഹരശ്രീ ട്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ, എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അല്ല, എന്നാൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായി 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലേക്ക് നോക്കാം. 1ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. മലയാളം ടെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് വരുന്നത് എന്താണ്? ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് വരുന്നത് പറവകൾ പാറി എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് പറവകൾ പാറി എന്നാണ്. ഇതൊരു കവിതയാണ്. ഓക്കെ, കവിത നിങ്ങൾ കാണാം, ഇവിടെ നിങ്ങൾ ബോർഡിൽ കാണാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ പാഠം കവിതയാണ്. കവിതയാണ്. അങ്ങനെ കവിത മൊത്തം കവിതയാണ്. കവിത തീർന്നില്ല, നല്ല കവിതയാണ്. രണ്ടാമത്തെ പാഠം പൂവ് ചിരിച്ചു എന്ന് പറയുന്നൊരു കഥയാണ്. നമുക്ക് അതിലേക്ക് പോകാം. പൂവ് ചിരിച്ചു എന്ന് പറയുന്നത് നിങ്ങളിവിടെ കണ്ടില്ലേ, ഇവിടെ സംഭവം എന്ന് വെച്ചാൽ വരികൾ കൊടുത്തിട്ടുണ്ട്. വരികളുടെ ഇടയിൽ തന്നെ ഇവിടെ പൂരിപ്പിക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പുകളുമുണ്ട്. അതാണ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതാ കളറിങ്, ഇതൊക്കെ കളറിങ് ചെയ്യാനുള്ളതെന്നാണ് തോന്നുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാഠം. ഓക്കെ, മൂന്നാമത്തെ പാഠം ആർപ്പോ ഇറോ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പാഠം കഴിഞ്ഞ് മൂന്നാമത്തെ പാഠം ഒത്തിരിയുണ്ട്. മൂന്നാമത്തെ പാഠം കഴിഞ്ഞ് നമുക്ക് 4ാമത്തെ പാഠത്തിലേക്ക് നോക്കാം. 4ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ എന്താണ്? 4ാമത്തെ പാഠം പിറന്നാൾ സമ്മാനം എന്നാണ് 4ാമത്തെ പാഠത്തിൻ്റെ പേര്. 4ാമത്തെ പാഠത്തിൻ്റെ പേര് പിറന്നാൾ സമ്മാനമാണ്. നമുക്കിനി 5ാമത്തെ പാഠത്തിലേക്ക് പോകാം. 5ാമത്തെ പാഠം പെട്ടെന്ന് വരട്ടെ. 5ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ ഈ 5ാമത്തെ പാഠം എവിടെ? 5ാമത്തെ പാഠം 4ാമത്തെ പാഠം കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ 5ാമത്തെ പാഠം മണ്ണിലും മരത്തിലും എന്ന് പറയുന്നതാണ് 5ാമത്തെ പാഠം. അണ്ണാനും ഒരു കുരുവിയൊക്കെ ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കാം. ബോർഡിൽ അണ്ണാനും ഉണ്ട്, ഒരു കുരുവിയെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി 6ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ 6ാമത്തെ പാഠം എവിടെയാണ്? 6ാമത്തെ പാഠം വരട്ടെ. 6ാമത്തെ പാഠം 5ാമത്തെ പാഠത്തിലുള്ളതാണ്. കുരുവികളെക്കുറിച്ച് ഇവിടെ പഠിക്കാനുള്ളതാണ്. ഇവിടെ നോക്കാം, കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്ന രീതിയിലാണ് വരുന്നത്. ഓരോ കുരുവികൾക്കും കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം വരട്ടെ. 6ാമത്തെ പാഠം പിന്നെയും ചെറുതായി പാലപ്പം എന്നാണ് 6ാമത്തെ പാഠത്തിൻ്റെ പേര്. ഇതൊരു കവിതയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, കവിത പോട്ടെ. 6ാമത്തെ പാഠം വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? ആദ്യത്തെ ഓണപരീക്ഷ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ ഓണപരീക്ഷ വരെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് അത് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓണപരീക്ഷ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഒരു ടെക്സ്റ്റ് ബുക്കും വന്നിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ 3ാം ക്ലാസ്സിൽ ഇവിടെ മലയാളം വന്നിട്ടുണ്ട്. മലയാളത്തിലെ പാഠത്തെക്കുറിച്ച് നോക്കാം. മൂന്നാമത്തിലെ മലയാളം പാഠം കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ 1ാം ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നമുക്ക് പാഠങ്ങൾ നോക്കാം. പാഠങ്ങൾ വരട്ടെ. ഓക്കെ, ആദ്യത്തെ ടെക്സ്റ്റിൽ 3 യൂണിറ്റാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഈ 3 യൂണിറ്റ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവും. 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കനകച്ചിലങ്ക എന്നാണ് 1ാമത്തെ യൂണിറ്റിൻ്റെ പേര്. 2ാമത്തെ യൂണിറ്റ് പലഹാരപ്പൊതി എന്നാണ് 2ാമത്തെ യൂണിറ്റിൻ്റെ പേര്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൈകളെന്നാണ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ തികച്ചും നിങ്ങൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് വളരെയധികം മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പുതിയ ടെക്സ്റ്റുകൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, നോക്കിക്കോളൂ അല്ലേ. മൊത്തം ഇവിടെ മാറ്റങ്ങളുണ്ട്. ഏകദേശം 64ഓളം പേജുകളുടെ ഉണ്ട്. എല്ലാം നമുക്ക് നോക്കാൻ സമയമില്ല. എന്തായാലും ഞാൻ ഓടിച്ച് വിടാം. നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിലൊന്ന് ശ്രദ്ധിക്കുക. മാനത്തെ കാഴ്ച യൂണിൻ്റെ അകത്തും ചാപ്റ്ററുകളുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, യൂണിൻ്റെ അകത്ത് ചാപ്റ്ററുകളുണ്ട്. അങ്ങനെ പോട്ടെ. അതില്ലേ കഥകളിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓട്ടംതുള്ളലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓട്ടംതുള്ളലാണ്. ഓക്കെ, ഓട്ടംതുള്ളലുണ്ട്. കലാരൂപങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. 2ാമത് പലഹാരപ്പൊതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്, യൂണിറ്റാണ്. നോക്കിക്കോളൂ. അതിൽ ആദ്യം ഞാനല്ല എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കയ്പും മധുരവും. ഓക്കെ, അങ്ങനെ പല മോഡലിലുള്ള അത് ഒരു കഥയ്ക്കകത്ത് തന്നെ സെപ്പറേറ്റ് കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് നോക്കിക്കോളൂ. അങ്ങനെ ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട്. 47ാമത്തെ പേജ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. അടുത്തത് മണിച്ചപ്പ് എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പത്രത്തിൻ്റെ അകത്ത് വരുന്നൊരു സംഭവമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 3ാമത്തെ യൂണിറ്റ് നമ്മൾ മനുഷ്യൻ്റെ കൈകൾ. 3ാമത്തെ യൂണിറ്റ് നിങ്ങൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ചിത്രത്തിലൂടെ എന്തൊക്കെയുണ്ട്? ആദിമകാല മനുഷ്യർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചക്രങ്ങൾ വരുന്ന ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃഷി കൊടുത്തിട്ടുണ്ട്. കൃഷി കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ പാഠത്തിൻ്റെ അകത്ത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പഴയ കാലഘട്ടങ്ങൾ, അതുപോലെ തന്നെ പുതിയ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. അങ്ങനെ ഏകദേശം
അതും കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഓണപരീക്ഷ വരെയുള്ള പോർഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ഇംഗ്ലീഷാണ്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് നമുക്കിവിടെ നോക്കേണ്ടത്. നോക്കിക്കോളൂ. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ യൂണിൻ്റെ പേര് ടെൻഡർ ടച്ച് എന്നാണ്. ഒന്നാമത്തെ യൂണിൻ്റെ പേര് എന്താണ്? ഒന്നാമത്തെ യൂണിൻ്റെ പേര് ടെൻഡർ ടച്ച് എന്നാണ് ഒന്നാമത്തെ യൂണിൻ്റെ പേര്. അത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ടെൻഡർ ടച്ച് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. മദർ തെരേസയുടെ കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. കൈകൾ സെർവ് ചെയ്യാനും ഹൃദയങ്ങൾ സ്നേഹിക്കാനും കൊടുക്കുക. മദർ തെരേസയുടെ കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യമായി ഇവിടെ വരുന്നത് ഒരു നാടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൊത്തം വായിച്ച് നോക്കിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോക്കുക. നിങ്ങൾ പഠിക്കാനുള്ളതാണ് 3ാം ക്ലാസ്സിൽ. ഓക്കെ, സോറി, കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാടക രൂപേണുള്ള കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിക്കവാറും റോൾ പ്ലേ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നീളമുള്ള ഒരു കഥയാണ്. ഓക്കെ, നല്ല രീതിയിൽ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. രണ്ടാമത്തെ യൂണിറ്റ് ഫെസ്റ്റീവ് ഫണ്ട് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ യൂണിൻ്റെ പേര്. ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ് ഈ കഥയുടെ ഈ യൂണിറ്റിൽ പ്രധാനമായി വരുന്നത്. ബർത്ത്ഡേ ആഘോഷത്തിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ മെർമെയ്ഡ് എന്താ പറയുക മത്സ്യകന്യകയെക്കുറിച്ചുള്ളൊരു ചാപ്റ്ററാണെന്നാണ് തോന്നുന്നത്. മത്സ്യകന്യകയെ കടലിൽ വേസ്റ്റ് കൊണ്ട് എറിയുന്നതും അവിടുത്തെ ജീവജാലങ്ങളുള്ള പ്രശ്നങ്ങളുമാണ് ഇവിടെ മെയിൻ സംഭവമായിട്ട് വരുന്നത്. ഓക്കെ, 2 യൂണിറ്റ്. ഓക്കെ, ആദ്യത്തെ 2 യൂണിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക്, അതായത് ആദ്യത്തെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വേറെ വലുതായിട്ട് നിങ്ങൾക്ക് അതിലില്ല. രണ്ടാമത്തെ യൂണിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് നോക്കുകയാണെങ്കിൽ EVS. ഓക്കെ, നമ്മുടെ സയൻസിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പരിസര പഠനമെന്നാണ് സയൻസ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഈ 3ാം ക്ലാസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 4 യൂണിറ്റുകളുണ്ട്. ഓക്കെ, ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകും ശക്തി. ഈ 4 യൂണിറ്റുകളാണ് ആദ്യത്തെ ടെക്സ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇതിൽ എത്ര ചാപ്റ്ററാണ് നമുക്ക് ഓണപരീക്ഷയ്ക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഹരിതഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരിതഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നല്ല മനോഹരമായ ടെക്സ്റ്റാണ്. ഈ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് രണ്ടാമത്തേത് ജന്തുലോകത്തേക്ക്. ഈ ചാപ്റ്ററിൽ ജന്തുക്കളെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇൻസെക്ട്സ്, അങ്ങനെയുള്ള ജീവികളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവും. ഓക്കെ, ജന്തുക്കളാണ്. അതാണ് പൂമ്പാറ്റകൾ. നമ്മുടെ പൂമ്പാറ്റയുടെ ജീവിതചക്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈക്കിള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല മനോഹരമായ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ ജലവും മണ്ണോ എന്ന് പറയുന്നതാണ് 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, മണ്ണും ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ജലത്തെ വൃത്തിയാക്കുന്ന, അതായത് അഴുക്ക ജലത്തെ നമ്മൾ ശുദ്ധമായ ജലമാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഓക്കെ, 4ാമത് വൃത്തി നൽകും ശക്തി. 4ാമത്തെ പാഠമാണ് വൃത്തി നൽകും ശക്തി എന്ന് പറയുന്നത്. ഇതിൽ ഹൈജീനെക്കുറിച്ച്, വൃത്തിയെക്കുറിച്ചാണ്, നമ്മൾ സേഫ്റ്റിയെക്കുറിച്ചാണ് കൂടുതലായി നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ കണ്ടില്ലേ നിങ്ങളിവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, അത് അതിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു കുട്ടി അതിന് മൂക്ക് പൊത്തി പോകുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ സയൻസിലെ EVSലെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്തിന് നമുക്ക് നോക്കേണ്ടത് മാത്തമാറ്റിക്സ്. ഓക്കെ, ഏവരുടെ ഇഷ്ട സബ്ജക്റ്റായ മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഗണിതം, മലയാളത്തിൽ ഗണിതം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? ഓക്കെ, ആദ്യത്തെ ടെക്സ്റ്റിൽ 6 ചാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ ടെക്സ്റ്റിൽ 6 ചാപ്റ്റർ ഉണ്ട്. ഒന്നാമത്തത് രൂപങ്ങൾ വരയ്ക്കാമെന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സംഖ്യകൾ കൂട്ടുകാരെന്നാണ്. രണ്ടാമത്തത് 1000. മൂന്നാമത്തത് കൂട്ടുകൂടാ. നാലാമത്തെ ചാപ്റ്ററാണ് കൂട്ടുകൂടാം. 5ാമത്തെ ചാപ്റ്റർ അളന്ന് കുറിക്കാം. 6ാമത്തെ ചാപ്റ്റർ കൂട്ടി. അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ചാപ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് മൊത്തം നോക്കാനുള്ള സമയമില്ല. ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എല്ലാം എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സംഖ്യകൾ കൂട്ടാം. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കായതുകൊണ്ട് എളുപ്പമായിട്ടുള്ള ചാപ്റ്ററുകൾ ഞാൻ കൊടുക്കുക. സംഖ്യകൾ കൂട്ടാമെന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2ാമത്തെ ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി 3, 4, 5 ചാപ്റ്ററുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓടിച്ച് നോക്കുക. ഞാൻ എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക.
ഓക്കെ, നമുക്കിനി അടുത്തത് പഠിക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിലേതാണ്. 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് എന്നാണ് 1ാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മൾ ഇത്രയും വർഷം പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്കും ഈ ടെക്സ്റ്റ് ബുക്കും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ചാപ്റ്ററിൻ്റെ ഘടനയായാൽ പോലും പിന്നെ ആക്ടിവിറ്റീസ് കൊടുത്ത രീതിയായാൽ പോലും നല്ല രീതിയിൽ മാറ്റമുണ്ടെന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. ഓക്കെ, നല്ല ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ കണ്ടില്ലേ നിങ്ങൾ? അത് നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ എവിടെയാണ്? അടുത്ത ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററാണ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നതാണ് 2ാമത്തെ ചാപ്റ്റർ. കണ്ടില്ല, നല്ല മനോഹരമായ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? നോക്കിക്കോളൂ, മനോഹരമായ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം വരുന്നത് ദ ഡോർവേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ലിറ്റിൽ ഇംഗ്ലീഷ് എൻജിൻ ദാറ്റ് ഗുഡ്. ഓക്കെ, ഇതൊരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്, ട്രെയിനുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണ്, മനോഹരമായൊരു സ്റ്റോറിയാണ്. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു ചാപ്റ്ററാണ്. നല്ല വലിയ ചാപ്റ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസ് ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അടുത്ത് റെയിൻ ഇൻ സമ്മർ, 2ാമത്തെ യൂണിറ്റിൽ അടുത്ത ചാപ്റ്ററാണ് റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്നത്. റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന ആക്ടിവിറ്റീസാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത് ആര്യ ഇൻ ദ കോക്പിറ്റ്. ഓക്കെ, ആര്യ ഇൻ ദ കോക്പിറ്റ് 3ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഇവിടെ പ്ലെയിനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് നോക്കി. അടുത്ത് വരുന്നത് സോഷ്യൽ സയൻസ്. ഓക്കെ, സാമൂഹ്യ ശാസ്ത്രമാണ് അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഇട്ടിക്കാം. അതിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. ഓക്കെ, പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത് നല്ല മനോഹരമായ ചാപ്റ്ററാണ്. ഓക്കെ, ഒരുപാട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ 2ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ ഒരു ചാപ്റ്റർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത 2ാമത്തെ ചാപ്റ്റർ നോക്കാം. 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് 2ാമത്തെ ചാപ്റ്റർ. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭക്ഷണവും മനുഷ്യരും എന്നാണ് 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. 2ാമത്തെ ചാപ്റ്റർ നോക്കാം. 2ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഓക്കെ, മനുഷ്യൻ്റെ ആദിമകാലത്തെ മനുഷ്യർ അവർ കഴിച്ചിരുന്ന ഫുഡ്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കുമ്പോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പാത്രങ്ങളും അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ സ്പൈസസ്, ഓക്കെ, മറ്റേ ഏലക്ക, കുരുമുളക്, അങ്ങനത്തെ ഐറ്റങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സെ കൊടുത്തിട്ടുണ്ട്. പേരയ്ക്ക, പിന്നെ പപ്പായ, കൈതച്ചക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനോഹരമായ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ 2ാമത്തെ ചാപ്റ്റർ ഇതാണ്. 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ നോക്കി. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഓണപരീക്ഷ വരെയുള്ള പോർഷൻസ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, അടുത്ത ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ബേസിക് സയൻസ്. ഓക്കെ, അടിസ്ഥാന ശാസ്ത്രം. ബേസിക് സയൻസ് നോക്കുകയാണെങ്കിൽ ഒറ്റയല്ല ഒരു ജീവിയും. ഓക്കെ, ജീവികൾ ഒറ്റയ്ക്കല്ല എന്നാണ് 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ജീവികളെക്കുറിച്ചാണ് മെയിനായിട്ട്. പലതരത്തിലുള്ള ജീവികളെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടൽ ജീവികൾ, കരജീവികൾ, പൂമ്പാറ്റകളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ താമസിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു ചിത്രീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മരങ്ങളുമായി ബന്ധപ്പെട്ട്, ചെടികളുമായി, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 2ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വ്യാധികൾ പടരാതിരിക്കാൻ. ഓക്കെ, അസുഖങ്ങൾ, ഡിസീസസുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. മെയിനായിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ, ഒരു അമ്മ, ഒരു കുട്ടിക്ക് അസുഖമായ സമയത്ത് അമ്മ ഡോക്ടറിനെ കാണിയാൽ കൊണ്ടുവന്നിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, പിന്നെ വേസ്റ്റ് വസ്തുക്കൾ, അതിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ, പിന്നെ എലികൾ പരത്തുന്ന രോഗങ്ങൾ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. 2ാം ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ, രോഗങ്ങളെ കുറിച്ചുള്ളതാണ് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്നുള്ള 3 ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ബേസ് സയൻസ്, 3 ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നോക്കി. ഇനി അടുത്ത 7ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ അടിസ്ഥാന പാഠാവലിയിൽ നിന്നും കേരള പാഠാവലിയിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട്. കേരള പാഠാവലിയിൽ നിന്നുള്ള ആദ്യത്തെ 2 യൂണിറ്റും അടിസ്ഥാന പാഠാവലിയിൽ നിന്നുള്ള ആദ്യത്തെ 1 യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കേരള പാഠാവലി നോക്കാം. കേരള പാഠാവലിയിലെ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ. ഓക്കെ, ഇതാണ് 1ാമത്തെ കവിതയാണ്. ഈ കവിത കഴിഞ്ഞ് വരുന്ന അടുത്ത് ഭൂമിക്ക് വേണ്ടി ഒരു
ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടുമ്പോൾ കളർ ടെക്സ്റ്റായി മാറും. ഓക്കെ, അടുത്തത് ഒരു ദിനാന്ത സഞ്ചാരം കവിതയാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണത്, മനസ്സിലെ കിളി ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലെ കിളി എന്നുള്ള കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാമത് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നീളുമി യാത്രതൻ വിസ്മയങ്ങൾ രണ്ടാമത്തെ യൂണിറ്റാണ്. ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് ഒരു എഫക്റ്റ് മനസ്സിലാവത്തില്ല. ഓക്കെ, അത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളെന്ന് പറയുന്നതാണ് അടുത്ത ഇവിടെ വരുന്നത്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളെന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ. അതിൽ നോക്കുമ്പോൾ സമയത്ത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ചാപ്റ്റർ അട്ടപ്പാടി എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ചാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കേരളം, രവീന്ദ്രൻ എഴുതിയ എൻ്റെ കേരളം എന്ന് പറയുന്ന ആ ഒരു കഥയ്ക്കകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അടുത്തിവിടെ നോക്കുന്ന സമയത്ത് വരുന്നത് നക്ഷത്രം. രണ്ടാം ചാപ്റ്റർ നക്ഷത്രമാണ്. രണ്ടാം ചാപ്റ്റർ നോക്കിക്കോളൂ, നക്ഷത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ ഇവിടെ അടുത്ത ചാപ്റ്റർ എന്നും ഈ യാത്ര എന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ. ഓക്കെ, ഇത്രയും ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ ഒരുമിച്ചാണ് നോക്കിയത്. അടുത്തതിന് നമുക്ക് എന്ത് ചെയ്യാം, അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നോക്കാം. അടിസ്ഥാന പാഠത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് കതിർ ചൂടും നാടിൻ പെരുമകൾ. ഓക്കെ, കതിർ ചൂടും നാടിൻ പെരുമകളാണ് രണ്ടാമത്തെ പാർട്ട്. അതായത് മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഗ്രാമശ്രീകൾ ആദ്യത്തെ കവിതയാണ്. ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത് നല്ല നീളത്തിലൊരു കവിതയാണ്. നല്ല കവിത. കടത്തനാട് മാധവി അമ്മയുടെ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുമ്മാട്ടി എന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ. ഇതൊരു കഥയാണ്, നല്ലൊരു കഥയാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. ഓക്കെ, രാജഗോപാലൻ്റെയാണ്, രാജഗോപാലൻ അദ്ദേഹത്തിൻ്റെയാണ്. അതായത് അടുത്ത് വരുന്നത് എന്താ പറയുക, അടുത്ത കവിത. ഓക്കെ, വിത്തെന്ന മഹാത്ഭുതം, വിത്തിനെ കുറിച്ചുള്ളൊരു കഥയാണ്. കഥയോ കവിതയോ ആണ്, ഇനി മനസ്സിലായ കഥയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിസ്ഥാന പാഠാവലിയിലെ ചാപ്റ്ററുകളെന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത ടെക്സ്റ്റിലേക്ക് പോകാം. അടുത്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കാം. ഹാർമണി ഓഫ് മാവൽസ് എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എ റോബോട്ട് വിത്ത് എ വൈറസ്, ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് ഈ കഥ. ഓക്കെ, റോബോട്ട് വിത്ത് എ വൈറസ്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്താണ്, രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ഇത്തിരി അധികമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ് ഒരു ചാപ്റ്ററും ആക്ടിവിറ്റീസ് എന്ന രീതിയിലാണ് വരുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഒരു കവിതയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്ത ഗ്ലിംസസ് ഓഫ് എമിറൈറ്റ്സ്. ഓക്കെ, ഇവിടെ എയ്റോപ്ലെയിനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കഥയാണ്. അങ്ങനെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇമാജിനേഷൻ. രണ്ടാമത്തെ യൂണിറ്റ് പേര് ഇമാജിനേഷനാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഡോൾസ് ജേണി. ഓക്കെ, ഒരു പാവക്കുട്ടിയുടെ യാത്ര എന്നാണ് ഇവിടെ വരുന്നത്. ഡോൾസ് ജേണി എന്ന് പറഞ്ഞാണ് വരുന്നത്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നിട്ട് ഫോറിൻ ലാൻഡ്സ്, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് അടുത്തായിട്ട് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അടുത്ത് വരുന്ന സമയത്ത് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കി. മൂന്നാമത്തെ ചാപ്റ്റർ എ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇതൊരു കഥയാണ്. ഓക്കെ, ഇതൊരു കഥയാണ്. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ഹെലൻ കെല്ലറിൻ്റെ അമേരിക്കയിൽ ജനിച്ച ഹെലൻ കെല്ലറിൻ്റെ കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ 2 യൂണിറ്റ് നമ്മൾ നോക്കി. 2 യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യലിൽ മലയാളം ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മലയാളം സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ഇന്ത്യ എന്നാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ഇന്ത്യ എന്ന് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ ചാപ്റ്ററുകളില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് മധ്യകാല ഇന്ത്യ ഒരുപാടുണ്ട്. മധ്യകാല ഇന്ത്യക്ക് ഒരു ചാപ്റ്ററാണ് ആദ്യം വന്നിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ മധ്യകാലത്തെക്കുറിച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നോക്കുന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് PDF ഞാൻ അവിടെ താഴെ കൊടുത്തിരിക്കുക, ലിങ്കിൽ കൊടുത്തിരിക്കുക, നോക്കുക. അടുത്ത ബേസ് സയൻസ് നമുക്ക് നോക്കാം. ബേസ് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബേസ് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ വിളയിക്കാം 100 മേനി എന്നാണ് ബേസ് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വിളയിക്കാം 100 മേനി എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ. ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ
കൊടുത്തിട്ടുള്ളത്. ചെടികളെക്കുറിച്ച് മരങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് ചെടികളെക്കുറിച്ച്, ഒരുപാട് മരങ്ങളെക്കുറിച്ച്, ഒരുപാട് പൂക്കളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് നോക്കി പോവുകയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ബേസ് സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ് ബേസ് സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്റർ വൈറ്റേ ബേസ് സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്റർ വൈറ്റേ ഇവിടെ ഓക്കെ. ആസിഡുകളും ബേസുകളും. ഓക്കെ, ആസിഡ് ആൻഡ് ആൽക്കലീസാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ആസിഡുകളെക്കുറിച്ചും ആൽക്കലീസിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. നോക്കിക്കോളൂ, ആസിഡിനെ കുറിച്ചും ആൽക്കലീസിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അടുത്ത മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ 4 ചാപ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സിൽ 4 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. സമാന്തര വരകൾ, പാരലൽ ലൈൻസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. സമാന്തര വരകളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ബാക്കിയുള്ള വിഷയങ്ങൾ അത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോഴുള്ളത്. നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സോഷ്യൽ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും, അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അതിനോട് വരുന്നത്. ഓക്കെ, പാരലൽ ലൈൻസ് നമ്മൾ സമാന്തര വരകൾ നോക്കി. രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഭിന്നസംഖ്യകൾ. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ഭിന്നസംഖ്യകളെക്കുറിച്ചാണ്. ഫ്രാക്ഷൻസ് ആണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കോളൂ. അല്ലേ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ചാപ്റ്ററുകളാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിലുണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് നോക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ് ആണ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ട്രയാങ്കിൾസിനെ കുറിച്ചായിരിക്കും ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഒരു മനോഹരമായ ചിത്രങ്ങൾ വരച്ച ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഓരോ ഷേപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പോർഷൻസ് ഉണ്ട്, നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ നോക്കുക. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വിപരീത ഭിന്നങ്ങൾ. ഓക്കെ, വിപരീത ഭിന്നങ്ങൾ, ഓപ്പോസിറ്റ് ഫ്രാക്ഷൻസ്, അങ്ങനെയാണ് ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫ്രാക്ഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇതിലും പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ 7ാം ക്ലാസ്സിൻ്റെതും കഴിഞ്ഞു. നമുക്കിനിയാണ് നോക്കേണ്ടത് 9ാം ക്ലാസ്സിൻ്റെതാണ്. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ 2 യൂണിറ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരള പാഠാവലിയിൽ ആദ്യത്തെ യൂണിറ്റ് നോക്കാം. കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് നോക്കാം. ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, കേരള പാഠാവലിൻ്റെ ആദ്യത്തെ 3 യൂണിറ്റുകളാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഉള്ളിയുയർക്കും മഴവില്ലെന്നാണ് ആദ്യത്തെ യൂണിൻ്റെ പേര്. അതിൻ്റെ അകത്ത് വരുന്നത് സുഹൃതഹാരങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് അമ്മ. ഓക്കെ, പാത്തുമ്മയുടെ ആട്. ഓക്കെ, ഒരു സത്യമായ പാത്തുമ്മയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഭൂമിയാകുന്നു നാം എന്നാണ് രണ്ടാമത്തെ യൂണിൻ്റെ പേര്. അതിൽ വരുന്നത് ആന ഡോക്ടർ, പുളിമാവു ഞെട്ടി. അത് കഴിഞ്ഞ് പ്രകൃതി പാഠങ്ങളാണ് വന്നിരിക്കുന്നത്. മൂന്നാമത് യൂണിറ്റ് കർമ്മോസുഖതയുടെ ലാവണ്യ മുദ്രകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ചാപ്റ്ററുകളാണ് തരിച്ചു നിലങ്ങളിലേക്ക്, അച്യുത, അതുപോലെ എന്താണ്, ഓക്കെ, അച്യുത മാമ, അത് നിങ്ങളും നിങ്ങളുടെ ജോലിയും. അതാണ് 3 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 യൂണിറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, നമുക്കടുത്തന്നെ ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം നോക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇംഗ്ലീഷിലെ യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ് ഒന്നാമത്തെ യൂണിൻ്റെ പേര്. ഇതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹാഫ് എ ഡേ എന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. മൂന്നാമത് നത്തിങ് ട്വൈസ്, ഒരു കവിതയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ് ഒരു യൂണിറ്റിൽ 2 കഥ, ഒരു കവിത, ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് 2 കഥ, അടുത്തത് കവിതയാണ്. അടുത്ത് നോക്കുന്ന സമയത്ത് വിങ്സ് ഓഫ് ചേഞ്ച് ആണ് രണ്ടാമത്തെ യൂണിൻ്റെ പേര്. വിങ്സ് ഓഫ് ചേഞ്ച് എന്നാണ്. ഇതിൽ ഡ്രീംസ് റിയലൈസ്, ദ ടോയ്ലറ്റ്, സക്സസ്, ഇതാണ് ഇതിൽ വരുന്നത്. അടുത്ത് മൂന്നാമത്തെ യൂണിറ്റ് ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ എന്നാണ് മൂന്നാമത്തെ യൂണിൻ്റെ പേര്. ഇതിൽ വരുന്നത് സീ ഫീവർ, സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്, വെയിറ്റിംഗ് ഫോർ റെയിൻ, ഇതാണ് ഇതിൽ വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 3 യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റിൽ 3 യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഹിന്ദി. നമുക്ക് ഹിന്ദി നോക്കാം. ഇതിന് നേരം നോക്കിയതിൽ ഒരിടത്ത് ഹിന്ദി നമ്മൾ കണ്ടില്ല. ഇതിൽ മാത്രമാണ് ആദ്യം ഹിന്ദി വരുന്നത്. ഓക്കെ, ഹിന്ദി സാർ ഇത്രയും നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആവശ്യം പറഞ്ഞത് പോയാണ്. ഹിന്ദിയിലെ യൂണിറ്റുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിൽ ഏകദേശം 1, 2, 3, 4, 5 യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ യൂണിറ്റാണ് ഞാൻ വായിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഹിന്ദി അറിഞ്ഞിടാത്തത് കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ PDF ഞാൻ താഴെ കൊടുത്തെങ്കിൽ, ലിങ്കിൽ കൊടുത്തെങ്കിൽ നിങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത് 9ാം ക്ലാസ്സിൽ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്. ഫിസിക്സ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫിസിക്സ് ഓക്കെയാണ്. നമുക്കടുത്തിന് കെമിസ്ട്രി മലയാളം മീഡിയം ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയത്തിൽ കെമിസ്ട്രിയിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ആറ്റത്തിൻ്റെ ഘടന രണ്ടാമത്തെ ചാപ്റ്റർ എന്നത് പീരിയോഡിക് ടേബിൾ, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, മൂന്നാമത്തത് രാസബന്ധനം, നാലാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചേഞ്ചസ് ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തിന് നമുക്ക് എന്ത് ചെയ്യാം,
ബയോളജി നോക്കാം. ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ ജീവൽ പ്രക്രിയകളിലേക്ക്, ഓക്കെ, മലയാളം മീഡിയം ടെക്സ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്റർ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയം ചാപ്റ്ററാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാപ്റ്ററാണ്. ടെക്സ്റ്റ് കിട്ടുമ്പോൾ കളർ ചാപ്റ്ററായി മാറും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാപ്റ്ററാണ് വന്നിട്ടുള്ളത്. നമുക്കിനി അടുത്തത് നോക്കാം. കെമിസ്ട്രി, ബയോഗ്രഫി, അതിന് ഹിസ്റ്ററി. ഓക്കെ, സോഷ്യലിൽ വരുമ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ സാമൂഹ്യശാസ്ത്രം ആദ്യത്തെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഒന്നാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആശയങ്ങളും മധ്യകാല രാഷ്ട്രങ്ങളും രണ്ടാം ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും മൂന്നാം ചാപ്റ്ററാണ്. നാലാം ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, നാലാം ചാപ്റ്റർ. അഞ്ചാം ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, അഞ്ചാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഇത്രയാണ് ഇതിലെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്, സോഷ്യൽ ഹിസ്റ്ററിയിലെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇനി ജിയോഗ്രഫിയിലെ ചാപ്റ്ററുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ജിയോഗ്രഫിയിലെ ചാപ്റ്ററുകൾ നോക്കാം. ജിയോഗ്രഫിയിലെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഒന്നാം ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, രണ്ടാം ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, മൂന്നാം ചാപ്റ്റർ പ്ലാറ്റോ വിത്ത് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, നാലാം ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. 4 ചാപ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹിസ്റ്ററി നോക്കി, ജിയോഗ്രഫി നോക്കി. ഓക്കെ, ജിയോഗ്രഫി മലയാളം മീഡിയം ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. മാത്തമാറ്റിക്സ്, എനിക്ക് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് കൂടി നമുക്കിനി നോക്കാറുള്ളൂ. മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ സമവാക്യ ജോഡികളാണെന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ, രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആദ്യത്തെ 5 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് പുതിയ സംഖ്യകളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത് എന്താണ്? മൂന്നാമത്തെ ചാപ്റ്ററിൽ സമാന്തര വരകൾ, മൂന്നാമത്തെ ചാപ്റ്ററിലെ പേര് സമാന്തര വരകളാണ് കൊടുത്തിട്ടുള്ളത്, സമാന്തര വരകൾ. നാലാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. നാലാമത്തെ ചാപ്റ്റർ ഇവിടെ, നാലാമത്തെ ചാപ്റ്റർ പേര് ഗുണന സമവാക്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്കിനി എന്ത് ചെയ്യാം? അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ, അഭിന്നക ഗുണനം, അതാണ് അഞ്ചാമത്തെ ചാപ്റ്റർ പേര്. ഇത്രയും ടെക്സ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടെക്സ്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകളല്ലേ, ഏകദേശം 9ാം ക്ലാസ്സിൽ ഏകദേശം ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടെക്സ്റ്റുകളൊക്കെ കേരള പാഠാവലിയുണ്ട്, അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് വരാറുണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് അതിൻ്റെയൊക്കെ ടെക്സ്റ്റുകളൊക്കെ വരാറുണ്ട്. ഓണപരീക്ഷകൾ വരെയുള്ള ചാപ്റ്ററുകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1ാം ക്ലാസ്സിൽ കുറച്ച് ടെക്സ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ 3ാം ക്ലാസ്, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് ഇനി ടെക്സ്റ്റുകൾ വരാറുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കൂളുകളിൽ നിന്ന് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. കാരണം എന്ന് വെച്ചാൽ 3ാം തീയതി അവനധികം ദിവസമില്ല, 3ാം തീയതിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? സ്കൂൾ തുറക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നല്ല മഴയും വരുമെന്നാണ് കാലാവസ്ഥാ പ്രവചകർ പറയുന്നത്. അപ്പോൾ കുട അങ്ങനെയുള്ള റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമൻറ്റായി എന്നെ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക.